എന്തായി? റെഡിയായി അമ്മ. ഇനി അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാണാനൊക്കെ നല്ല ലുക്കായിട്ടുണ്ടല്ലോ. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനുണ്ടമ്മേ? പറയാൻ വാക്കുകളില്ലടാ. അത്രയ്ക്ക് അടിപൊളിയാണോ? പിന്നെ മോനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനുണ്ട്? കുഴപ്പമില്ലമ്മേ, കൊള്ളാം. ഇപ്പൊ മനസ്സിലായില്ലേ ഗാലറിയിൽ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ കയറി കളിക്കുന്നേന്ന്. എന്തുവാ നന്ദൂസേ? എന്താ അമ്മേ? അകത്ത് നിക്കാൻ പറ്റുന്നില്ല. എന്തുവാ ഒരു സ്മെല്ല്? അത് ഞാൻ പെപ്പർ സ്പ്രേ ഒന്ന് അടിച്ചു നോക്കിയതാ. എന്തിന്? അല്ലച്ച മേടിച്ചെന്ന സ്ഥിതിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ അവരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി അച്ഛൻ ഈ പെപ്പർ സ്പ്രേ മേടിച്ചു തന്നത്, അല്ലാതെ അകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനല്ല. സോറി അമ്മേ. ഇനിയിപ്പോ എങ്ങനെ അകത്ത് കയറും? അത് ഞാൻ ചാറ്റ്ജിപിടിയോട് ചോദിച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എല്ലാം മാറിക്കോളും. അപ്പൊ കംപ്ലീറ്റ് റിസർച്ച് കഴിഞ്ഞിട്ടാ ഈ പരിപാടി നടത്തിയതല്ലേ? മേടിച്ചതെന്ന് അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മ എന്റെ തന്തയ്ക്ക് പറഞ്ഞതാണോ? അയ്യോ, ഞാൻ എന്റെ ഭർത്താവിനെ ഒന്ന് ഓർത്തു പോയതാ. അമ്മ എന്തോ രസം വെക്കുവാണോ? അതേടാ, ചിക്കൻ രസം ഉണ്ടാക്കുക. ചിക്കൻ കൊണ്ട് രസം ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ. അല്ല, രസത്തിന്റെ മണം വന്നോണ്ട് ചോദിച്ചതാ. ചിക്കൻ കറി വെക്കാനായിട്ട് വെളുത്തുള്ളി വഴട്ടിയതാ. അതാ ഞാൻ ആലോചിച്ചേ, അമ്മ ചിക്കൻ കൊണ്ട് രസം ഉണ്ടാക്കുമോന്ന്. അല്ല, പിന്നെ അമ്മ കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ചിക്കൻ കറി രസമാകും. എന്തവാ? അല്ലമ്മേ, ചിക്കൻ കറി അടിപൊളിയാവുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നന്ദൂസേ, ചിക്കൻ ഇരിപ്പുണ്ട്, ബിരിയാണി ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിക്കോ അമ്മേ. ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും വെച്ചാൽ കഴിച്ചോളുമല്ലോ. ആദ്യം അമ്മ ഉണ്ടാക്ക്, പിന്നെ തീരുമാനിക്കാം. എന്തുവാടാ? ആദ്യമേ ഞാൻ വാക്ക് തന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന എനിക്ക് തന്നെയല്ലേ അമ്മേ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ താൻ ഞെട്ടും, നോക്കിക്കോ. ഓഹോ, അപ്പൊ ഇതാണല്ലേ ഞെട്ടിക്കൽ ബിരിയാണി. കുറെ നേരമല്ലോ അമ്മ ചെടിയും കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്താ കാര്യം? പറമ്പിൽ തനിയെ കിളിച്ചു വന്ന ഓമത്തയ്യാണെന്നും പറഞ്ഞ് അച്ഛൻ മാറ്റി നട്ടു വെച്ചേക്കുക. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു ഓമയുടെ ലുക്കില്ലടാ. അച്ഛൻ നട്ടുവെച്ചതല്ലേ അമ്മേ, വല്ല പുല്ലുമായിരിക്കും. എനിക്കും അത് തന്നെയാടാ സംശയം. കണ്ട പുല്ലിനൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരുന്ന എൻ്റെ ഒരു ഗതികേടേ. എന്നാലും ആ ചെടിയുടെ ഒരു ടൈമേ അമ്മേ. അതേടാ, സാധാരണ വലിച്ചു പറിച്ച് കളയേണ്ട സാധനത്തിന് എടുത്തൊരു പാത്രത്തിൽ നട്ടു വെച്ചിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണമെന്ന്. നിന്റെ ഒരു ടൈമേ. അമ്മ ഇന്ന് മീറ്റിങ്ങിന് വന്നപ്പോൾ ടീച്ചറിനോട് തള്ളി മറിക്കുന്ന കേട്ടല്ലോ അമ്മ പഠിപ്പിച്ചോണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലാതെ ഞാൻ പഠിച്ച് നന്നായി പരീക്ഷ എഴുതിയോണ്ടല്ലേ. ഞാൻ കുത്തിയിരുന്ന് പഠിപ്പിച്ചത് മോന് മനസ്സിലായതുകൊണ്ടല്ലേ നന്നായിട്ട് പരീക്ഷ എഴുതിയത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമ്മാനാണല്ലോ കുത്തിയിരുന്ന് പഠിപ്പിച്ചത്, എന്നിട്ട് മാർക്ക് കുറവാണല്ലോ കിട്ടിയത്. അന്നേരം നന്ദൂസ് പഠിച്ചില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ പഠിപ്പിച്ചതിന്റെ, പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാലോ ഞാൻ പഠിക്കാത്തതിന്റെ. എന്തു അമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാ മാർക്ക് കുറയുന്നേ. ഒന്നും മനസ്സിലാവത്തില്ല, ഞാൻ എന്തോ ചെയ്യാനാ? വൈകിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന് വിചാരിച്ചാടാ, മറന്നുപോയി. സന്ധ്യയായില്ലേ അമ്മ, ഇനിയിപ്പോ ഒഴിക്കണോ? കഴിഞ്ഞ ദിവസം നട്ട ചെടിയാടാ, വെള്ളം ഒഴിക്കാതെ കരിഞ്ഞു പോകണ്ട. നമ്മളായിട്ട് എന്തിനാ ഉപദ്രവിക്കുന്നേ? ഉറങ്ങി കിടക്കുന്ന ചെടിയുടെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നതിലും വലിയ ഉപദ്രവമൊന്നും ഇല്ലല്ലോ അമ്മേ. നന്ദൂസേ. എന്താ അമ്മേ? മോ ഫ്രീ ആണോടാ? ഫ്രീ അമ്മേ. എന്നാ ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. ഞാൻ ഫ്രീ ആണോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? എന്തുവാ അമ്മ ഇത്? എന്ത്? എന്തോരം പാത്രങ്ങൾ ഈ നിരത്തി വെച്ചേക്കുന്നേ? ഇത് അടുക്കളയാണോ അത് പാത്രക്കടയാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ ഞാൻ പാത്രത്തിന് വരെ പട്ടുസാരി അടുക്കി വെക്കാം. സോറി അമ്മേ, ഞാൻ ആ ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ.